ലെബനനിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത പ്രതികരണവുമായി ഇറാനും അമേരിക്കയും. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ സൈന്യം. ഇസ്രായേലിലെ സൈനിക നടപടിയിൽ താൻ സന്തുഷ്ടനല്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇന്നലെ മാത്രം മേഖലയിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. അജയ്, നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ട്രംപാണ് പറയുന്നത്. ട്രംപിൻ്റെ ഉത്തരവാദിത്ത ബോധം നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും കൂടെ നിൽക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം JD വാൻസ് പറഞ്ഞിരുന്നൊരു കാര്യം, ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് ട്രംപ് വിടുമെന്നുള്ളതായിരുന്നു. പക്ഷെ അല്ലാതെ തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യത്തിലേക്കും കൂടി ഉണ്ടായി. ഇതാണ് വിശദാംശം. ഈ സമാധാന കരാറിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള രേഖ അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴും അണിയറയിൽ നിരവധി അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി കൂടുതൽ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഇറാൻ്റേതായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള സ്വത്തുവകകൾ വിട്ടു നൽകണം, അതുപോലെ തന്നെ ലെബനിലുള്ള ഇസ്രയേൽ ആക്രമണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. ഈ 2 വിഷയങ്ങളിൽ ഒരു ധാരണയാകാതെ സമാധാന കരാർ അന്തിമമാകില്ല എന്ന് തന്നെയാണ് അബ്ബാസ് അറക്ചി ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ ഇപ്പോഴും ലെബനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് US-നെ കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ട്രംപ് ഇക്കാര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ G7 രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇസ്രയേലിന്റെ കടുത്ത ഭാഷയിൽ തന്നെ ട്രംപ് വിമർശിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഈ ഹിസ്ബുള്ളക്കെതിരെ ഈ ഇസ്രയേലിന് എന്തെങ്കിലും ആക്രമണം നടത്തണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അത്തരം സൈനിക നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് അത് US-ന്റെയും ഇറാന്റെയും സമാധാന കരാറിനെ പ്രതിസന്ധിയിലാക്കാൻ മാത്രമേ സഹായകരമാകുകയുള്ളൂ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്നും ട്രംപ് ഇന്നലെ G7 രാഷ്ട്രങ്ങളുടെ ആ ഒരു മീറ്റിംഗിനിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള സൈനിക നടപടികൾ അത് സിറിയ നിയന്ത്രിക്കും, അതിൽ ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമില്ല, സിറിയയ്ക്ക് ഇക്കാര്യം വിട്ടുകൊടുക്കണം, സിറിയ ഇത് കുറച്ചുകൂടി മികച്ച രീതിയിൽ ഇക്കാര്യം കൈകാര്യം ചെയ്യുമെന്നും ഇപ്പോൾ ട്രംപ് പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് സിറിയ ഇക്കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ ഇറാന് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ അത് ഇറാൻ ഈ സമാധാന കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇടയാക്കും എന്നത് ട്രംപിന്റെ വലിയൊരു ആശങ്കയാണ്. അപ്പോൾ അത് ട്രംപ് തീർച്ചയായിട്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ സൈന്യവും ഈ ഇസ്രായേൽ നടത്തുന്ന കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്.